വയനാട്ടിന്റെ കിഴക്ക് ഭാഗത്ത് കർണാടക അതിർത്തിയോട് ചേർന്ന ഒരു കൊച്ചു പട്ടണമാണ് പുൽപ്പള്ളി. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 27 കിലോമീറ്റർ ദൂരമുണ്ട്. കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും ഇത്ര തന്നെ ദൂരം ഉണ്ടാകും. കോഴിക്കോടേക്ക് 100 കിലോമീറ്റർ ഉണ്ട്. 30,000 ആളുകൾ ഈ കൊച്ചു പട്ടണത്തിൽ താമസിക്കുന്നു. ധാരാളം ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പുൽപ്പള്ളിയും ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളും. നെൽകൃഷി ധാരാളമായുണ്ട്. അതുപോലെ വാഴകൃഷി, കുരുമുളക്, ഏലം എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പശു വളർത്തലും ആട് വളർത്തലും പുൽപ്പള്ളിയിലെ പ്രധാന ജീവിതോപാധിയാണ്. ഏകദേശം 60ഓളം ഫാമുകൾ ഇത്തരത്തിൽ മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. അതിനു പുറമെ വിദേശത്ത് ജോലി ചെയ്യുന്നവരും ധാരാളമായുണ്ട്. ഇസ്രായേലിലും ഇറ്റലിയിലും ജോലി ചെയ്യുന്ന പുൽപ്പള്ളിക്കാർ ധാരാളമായുണ്ട്. അതിനു പുറമെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലും പുൽപ്പള്ളിക്കാർ ജോലി ചെയ്യുന്നു. പുൽപ്പള്ളി ടൗൺ വളരെയധികം വികസിച്ചിട്ടുണ്ട്. ആധുനികമായ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും മലഞ്ചരക്ക് കടകളും ഇവിടെയുണ്ട്. ടെലിവിഷനും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും കാണാം. കൂടുതലും ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും പെട്ട ആളുകളാണ് പുൽപ്പള്ളിയിൽ താമസിക്കുന്നത്. മുസ്ലിങ്ങൾ കുറവാണ്. എങ്കിലും 2 പള്ളികൾ പട്ടണത്തിനകത്ത് തന്നെയുണ്ട്. പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. മറ്റ് മതങ്ങളിൽപ്പെട്ടവരും ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. അതുപോലെ പ്രസിദ്ധമാണ് മുള്ളംകൊല്ലിയിലെ സെന്റ് മേരീസ് ചർച്ച്. പുൽപ്പള്ളി ഒരു കോൺഗ്രസ് ഭൂരിപക്ഷ പ്രദേശമാണ്. മുള്ളംകൊല്ലി ഗ്രാമം പൂർണ്ണമായും കോൺഗ്രസ്സുകാർ മാത്രമുള്ള ഒരു സ്ഥലമാണ്. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും ഇവിടെ അത്യാവശ്യം ശക്തിയുണ്ട്. പുൽപ്പള്ളിയിലെ ഏറ്റവും വലിയ ആകർഷണീയത ബത്തേരി റോഡ് തന്നെയാണ്. ഇരുഭാഗവും തിങ്ങി നിറഞ്ഞ വനമായതുകൊണ്ട് ബത്തേരി റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു അനുഭൂതി തന്നെയാണ്. അതുപോലെ മാവിലന്തോടിലും പെരിക്കല്ലൂരിലും പഴശ്ശി സ്മാരകങ്ങളുണ്ട്. പുൽപ്പള്ളിയിൽ നിന്ന് കബനി നദി മുറിച്ചു കടന്നാൽ കർണാടകയിലെത്താൻ പറ്റും. പുൽപ്പള്ളിക്കടുത്ത് കബനിഗിരി എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു തോണിയിൽ കയറിയാൽ 5 മിനിറ്റ് കൊണ്ട് മൈസൂർ ജില്ലയിലെ മച്ചൂരിൽ എത്താൻ പറ്റും. അവിടെ നിന്ന് HD കോട്ടയിലേക്ക് ബസ് കിട്ടും. പുൽപ്പള്ളിയിൽ മനോഹരമായ ഒരു ശ്രീനാരായണ ക്ഷേത്രമുണ്ട്. അതിനടുത്ത് തന്നെ ഒരു ശ്രീനാരായണ കോളേജുമുണ്ട്. പുൽപ്പള്ളിയുടെ വടക്ക് മുള്ളംകൊല്ലി പഞ്ചായത്തും തെക്ക് ഭാഗത്ത് പൂതാടി പഞ്ചായത്തുമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് കബനിപ്പുഴയും തിരുനെല്ലി ഗ്രാമവുമാണ്. പനമരവും പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ. കിഴക്ക് ഭാഗത്ത് കന്നാരം പുഴയും കർണാടക ഫോറസ്റ്റുമാണ്. ധീരദേശാഭിമാനിയായ കേരളവർമ്മ വീര പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമരണം വരിച്ച മാവിലാന്തോട് എന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രാമം പുൽപ്പള്ളിയിലാണ്. മികച്ച ഭക്ഷണത്തിനും പേരുകേട്ട ഒരു പട്ടണമാണ് പുൽപ്പള്ളി. ബത്തേരി റോഡിൽ ഷാലോം റെസ്റ്റോറന്റ് താറാവ് പൊരിച്ചത്, മുയൽ പൊരിച്ചത് എന്നീ വിഭവങ്ങൾ നൽകുന്നു. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഒരു എക്കണോമി റെസ്റ്റോറന്റ് ആണ്. മികച്ച ലോഡ്ജുകളുമുണ്ട് പുൽപ്പള്ളി ടൗണിൽ. മെരിയ ലോഡ്ജ് നല്ല വൃത്തിയുള്ള മുറികൾ കൊടുക്കുന്നു. ബാറും ഇവിടെയുണ്ട്. 600 രൂപയാണ് നിരക്ക്. പ്രശാന്ത് ലോഡ്ജ് നല്ല വൃത്തിയുള്ള പുതിയ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല മരപ്പണികൾ ചെയ്ത ഫർണിച്ചറും ഇവിടെയുണ്ട്. 600 രൂപയാണ് നിരക്ക്. അതുപോലെ ബസ് സ്റ്റാൻഡിനടുത്ത് കബനി റിസോർട്ട് 500 രൂപയ്ക്ക് മീതെ മുറികൾ കൊടുക്കുന്നു. ധാരാളം പാർക്കിംഗ് സ്പേസും മനോഹരമായ തോട്ടവും ഇവിടെയുണ്ട്. 10 പേർക്ക് താമസിക്കാവുന്ന മുറിക്ക് 4800 രൂപയാണ് കബനി റിസോർട്ടിൽ വാടക.